ഹാർദിക് പാണ്ഡ്യയ്ക്ക് ശരിക്കും പരിക്കുണ്ടോ? പുറംവേദന കാരണം തന്നെയാണോ മുംബൈ നായകൻ പുറത്തിരിക്കുന്നത്? ക്യാപ്റ്റൻസി മാറ്റത്തിനുള്ള ഒരുക്കത്തിലാണോ മുംബൈ? കിരീടമില്ലാതെ ഒരു സീസൺ കൂടി അവസാനിക്കുമ്പോൾ സോഷ്യൽ മീഡിയ നിറയെ ഹാർദിക് പാണ്ഡ്യയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുകയാണ്. 2024 ഹാർദിക്കിനെ തിരിച്ചു വിളിക്കുമ്പോൾ മാനേജ്മെന്റിന്റെ പ്രതീക്ഷകൾ വാനോളമായിരുന്നു. അരങ്ങേറ്റ സീസണിൽ തന്നെ ഗുജറാത്തിനെ കിരീടമണിയിച്ച ഹാർദിക് തൊട്ടടുത്ത സീസണിൽ അവരെ ഫൈനലിലും എത്തിച്ച അനുഭവ സമ്പത്തുമായാണ് മുംബൈയിലേക്ക് കംബാക്ക് നടത്തുന്നത്. അതേസമയം അപ്രതീക്ഷിതമായി തങ്ങളുടെ പ്രിയപ്പെട്ട ഹിറ്റ്മാൻ രോഹിത് ശർമ്മയെ വെട്ടിയത് ആരാധകരെ ചൊടിപ്പിച്ചു. മുംബൈയിലേക്കുള്ള തിരിച്ചുവരവ് ഹാർദിക്കിനെ സംബന്ധിച്ച് അത്ര സുഖകരമായിരുന്നില്ല. ആരാധകർ ഒന്നടങ്കം മാനേജ്മെന്റിനും ക്യാപ്റ്റനുമെതിരെ തിരിഞ്ഞു. കളിക്കാനിറങ്ങിയപ്പോഴൊക്കെ വാങ്കഡെ ഗാലറി ഹാർദിക്കിനെതിരെ കൂവിയാർത്തു. മുംബൈയുടെ ക്യാപ്റ്റൻസിയിൽ 3 സീസൺ പൂർത്തിയാകുമ്പോൾ ഹാർദിക്കിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അത്ര മികച്ചതല്ല. നടപ്പ് സീസൺ അടക്കം 2 തവണ പ്ലേ ഓഫ് കാണാതെ പുറത്തായി. കഴിഞ്ഞ വർഷമാണ് ആകെ പ്ലേ ഓഫിൽ പ്രവേശിച്ചത്. അവിടെ പടിക്കൽ കലപൊടിച്ചു. ഇതിൻ്റെ ഹാർദിക് 2 തവണ T20 ലോകകപ്പ് കിരീടം അണിയുന്നുണ്ട്. എന്നാൽ മുംബൈയുടെ ഷെൽഫ് മാത്രം ഒഴിഞ്ഞു കിടന്നു. ക്യാപ്റ്റൻസി മെറ്റീരിയലുകൾ കൊണ്ട് സമ്പന്നമായ മുംബൈയുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയും ഇപ്പോൾ ക്യാപ്റ്റൻസിയാണ്. രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും ഇന്ത്യക്ക് T20 ലോകകപ്പ് സമ്മാനിച്ച നായകരാണ്. മിച്ചൽ സാന്റ്നർ നിലവിലെ ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ, ഒപ്പം ഹാർദിക്. പിന്നെയുമുണ്ട് ക്യാപ്റ്റൻസി മെറ്റീരിയലുകൾ പലതും. എന്നിട്ടും ടീം എടുത്ത തീരുമാനങ്ങൾ പലതും പാളി. ഹാർദിക് ബ്ലണ്ടറുകൾ ആവർത്തിച്ചു. ഈ സീസണിൽ ഗ്രൗണ്ടിലും മുംബൈ നായകന്റെ പ്രകടനങ്ങൾ അത്ര കാശാവഹമായിരുന്നില്ല. സീനിയർ താരങ്ങളുമായുള്ള ഹാർദിക്കിന്റെ ബന്ധം അത്രക്ക് നല്ലതല്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഈഗോകൾ ഉണ്ടാക്കിയ ക്രൈസിസുകൾ അന്തരീക്ഷം വിട്ടൊഴിഞ്ഞില്ല. ഒടുവിൽ മാനേജ്മെന്റ് നടപടിക്കൊരുങ്ങുകയാണ്. ഏറ്റവും മികച്ചൊരു സ്ക്വാഡുമായി ടൂർണമെന്റിന് എത്തിയിട്ടും പ്ലേ ഓഫ് പോലും കാണാതെ അവസാന സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യേണ്ടി വരുന്ന ഗതികേട് വല്ലാത്ത ഗതികേടാണ്. സാധാരണ തോറ്റു തുടങ്ങാറുള്ള ദൈവത്തിന്റെ പോരാളികൾ ഇക്കുറി ജയിച്ചാണ് തുടങ്ങിയത്. എന്നാൽ പിന്നെ അടപടലം തകർന്നടിഞ്ഞു. 11 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 8ലും തോറ്റു. ജയിച്ചത് ആകെ 3 എണ്ണത്തിൽ മാത്രം. ഓപ്പണിംഗ് സ്ലോട്ട് മുതൽ തുടങ്ങുന്ന പ്രതിസന്ധികൾ, രോഹിത് ശർമ്മയുടെ പരിക്ക്, അമ്പേ നിറമങ്ങിയ ബോളിംഗ് യൂണിറ്റ്, സ്കൈ അടക്കം പല ബാറ്റർമാരുടെയും മോശം ഫോം, വിദേശ താരങ്ങളെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാത്തത്, ക്യാപ്റ്റൻസിയിലെ പിടവുകൾ, അങ്ങനെ മുംബൈയുടെ തോൽവികൾക്ക് നിരത്താൻ കാരണങ്ങൾ ഒരുപാടുണ്ട്. ഹാർദിക് പാണ്ഡ്യ ഇക്കുറി ക്യാപ്റ്റൻസിയിൽ നിന്ന് നീക്കുമെന്ന് തന്നെയാണ് മുൻ ഇന്ത്യൻ താരങ്ങളുടെയും ക്രിക്കറ്റ് വിശാരദരുടെയും ഒക്കെ വിലയിരുത്തൽ. സൈമൺ ടൂളും കൃഷ്ണമാചാരി ശ്രീകാന്തുമൊക്കെ ഈ അഭിപ്രായം പങ്കുവെക്കുന്നുണ്ട്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന മെഗാ താരലേലത്തോടെ ടീമിനെ അടിമുടി ഉടച്ചു വാർക്കാനുള്ള പദ്ധതിയിലാണ് മുംബൈ. സീനിയർ താരങ്ങൾ പലരും മോശം ഫോമിലൂടെയാണ് കടന്നുപോകുന്നത്. ആ ടീമിൻ്റെ ശരാശരി പ്രായമാകട്ടെ 30. യങ് ബ്ലഡുകൾക്കായുള്ള അന്വേഷണം അവർ മെഗാ ഓപ്ഷന് മുമ്പ് തന്നെ ആരംഭിക്കും എന്ന കാര്യം ഉറപ്പാണ്. വൈഭവ് സൂര്യവംശിയുടെ അടക്കം പേരുകൾ എയറിലുണ്ട്. 6 സീസണുകളായി മുംബൈയുടെ ഷെൽഫിലേക്ക് കിരീടമെത്തിയിട്ടില്ല. IPL ഏറ്റവും കൂടുതൽ കിരീടങ്ങളുടെ കഥ പറയാനുള്ള മുംബൈ ആരാധകർക്ക് ഇനിയും ഭൂതകാലം പറഞ്ഞ് ആശ്വസിക്കാനാകില്ല. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായി സൂര്യകുമാർ യാദവാണ് ടീമിനെ നയിച്ചത്. ഹാർദിക് പുറംവേദന കാരണം പുറത്തിരിക്കുന്നു എന്നാണ് ടീം നൽകിയ വിശദീകരണം. കഴിഞ്ഞ ദിവസം താരം ഒറ്റയ്ക്ക് നെറ്റ്സിൽ പരിശീലനം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. മുംബൈ വിടുകയാണെങ്കിൽ ഹാർദിക് എങ്ങോട്ടാകും ചേക്കേറുക? ആ ചർച്ചകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തകൃതിയായി നടക്കുന്നുണ്ട്. മെയ് 2 ചെപ്പോക്കിൽ വെച്ചരങ്ങേറിയ മുംബൈ ചെന്നൈ പോരിന് ശേഷം ഹാർദിക് പാണ്ഡ്യയും CSK CEO കാശി വിശ്വനാഥും ഗ്രൗണ്ടിൽ വെച്ച് ദീർഘ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് ക്യാമറകൾ ഒപ്പിയെടുത്തു. ഇത് ക്രിക്കറ്റ് സർക്കിളുകളിൽ വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയത്. ഹാർദിക് അടുത്ത സീസണിൽ ചെന്നൈയിലേക്ക് ചേക്കേറിയിരിക്കും എന്ന തരത്തിൽ റൂമറുകൾ ഉയർന്നു. ശിവൻ ദുബെ, ഋതുരാജ് ഗെയ്ക്വാദ് തുടങ്ങിയവരെ കൈമാറിയുള്ള സ്വാപ്പ് ഡീലുകൾ വരെ നടക്കാൻ സാധ്യതയുണ്ടെന്ന തരത്തിൽ പോലും റിപ്പോർട്ടുകൾ പുറത്തു വന്നു. എന്നാൽ ഇതിന് വിദൂര സാധ്യതകൾ പോലുമില്ലെന്നാണ് ക്രിക്കറ്റ് വിശാരദർ പലരുടെയും വിലയിരുത്തൽ. അതേസമയം ലക്നൗ, ഡൽഹി, കൊൽക്കത്ത, ഹൈദരാബാദ് തുടങ്ങിയ ടീമുകളൊക്കെ ഹാർദിക് മുംബൈ വിടുകയാണെങ്കിൽ അദ്ദേഹത്തിന് പുറകിൽ ഉണ്ടാകുമെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ലക്നൗ, കൊൽക്കത്ത ടീമുകൾ ക്യാപ്റ്റൻസി ചേഞ്ചുകളെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങുന്ന സമയം കൂടിയാണിത്. ഒരു ഹാർദിക് പാണ്ഡ്യ ബ്ലോക്ക് ബസ്റ്റർ ട്രേഡ് നടക്കുമോ എന്നും പലരും ഉറ്റുനോക്കുന്നുണ്ട്. ഗുജറാത്തിൽ ഹാർദിക് ഉണ്ടാക്കിയ വിജയങ്ങളുടെ സുപ്രധാന കാരണങ്ങളിൽ ഒന്ന് ടീമിലെ അന്തരീക്ഷമാണ്. സൂപ്പർ താരങ്ങളെ കൊണ്ട് നിറഞ്ഞ ടീമായിരുന്നില്ല അത്. ഈഗോകൾക്ക് അവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല. ഒപ്പം ഹാർദിക്കിനെ പുനർച്ചു കൂടെ ഉണ്ടായിരുന്ന കോച്ചും യങ് ടാലൻറ്റുകളുമൊക്കെ ആ പടയോട്ടങ്ങളിൽ വലിയ റോൾ വഹിച്ചു. അതുപോലെ ഒരു അന്തരീക്ഷമുണ്ടെങ്കിൽ ഹാർദിക് ഉറപ്പായും ക്ലിക്കാകുമെന്നാണ് പലരും വിലയിരുത്തുന്നത്. ഏതായാലും മുംബൈ വലിയ അഴിച്ചുപണികൾക്കൊരുങ്ങുകയാണ്. എവിടെ നിന്നാകും അത് ആരംഭിക്കുക? കണ്ടു തന്നെ അറിയണം.